Annuncio vobis gaudium magnum. Habemus papam. മാർച്ച് 13 ആഗോള കത്തോലിക്ക സമൂഹം ഒന്നടങ്കം ആർപ്പുവിളിച്ച ഒരു ദിവസം. പത്രോസിന്റെ സിംഹാസനത്തിന്റെ 266ാമത്തെ അവകാശി അന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു. ബെനഡിക്റ്റ് 16 പാപ്പയുടെ സ്ഥാനത്യാഗത്തെ തുടർന്ന് പുതിയൊരു പാപ്പയെ കണ്ടെത്തുന്നതിനായുള്ള കോൺക്ലേവ് റോമിലെ സിസ്റ്റൈൻ ചാപ്പലിൽ നടന്ന ദിവസങ്ങളായിരുന്നു അത്. മാർപ്പാപ്പായെ കണ്ടെത്തുന്നതിനായുള്ള വോട്ടെടുപ്പിന്റെ 2ാം ദിവസം വൈകിട്ട് 7 മണി കഴിഞ്ഞപ്പോൾ ചാപ്പലിൽ നിന്ന് വെളുത്ത പുക പുറപ്പെടുകയും സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നിന്ന് മണിനാദം ഉയരുകയും ചെയ്തു. ഏറെ വൈകാതെ വിശ്വാസികളുടെയും മാധ്യമപ്രവർത്തകരുടെയും ആകാംക്ഷയെ ശമിപ്പിച്ചുകൊണ്ട് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ബാൽക്കണിയിൽ പത്രോസിന്റെ പുതിയ പിൻഗാമി പ്രത്യക്ഷനായി. അഞ്ചു വർഷങ്ങൾ പിന്നിടുമ്പോഴും ലോകം അടങ്ങാത്ത അതിശയത്തോടെ നോക്കിക്കാണുന്ന മഹാനായ പാപ്പ പോപ്പ് ഫ്രാൻസിസ്. വിശ്വാസികളെന്നോ അവിശ്വാസികളെന്നോ ക്രൈസ്തവരെന്നോ അക്രൈസ്തവരെന്നോ വ്യത്യാസമില്ലാതെ സകലരുടെയും സ്നേഹബഹുമാനങ്ങൾ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് കരസ്ഥമാക്കിയ, വാക്കുകളും പ്രവൃത്തികളും കൊണ്ട് വിപ്ലവങ്ങൾ സൃഷ്ടിച്ച ഒരു പാപ്പ, കരുണയുടെ മുഖമുള്ള പാപ്പ. ഡിസംബർ 17 അർജന്റീനയിലെ ബ്യൂണസ് ഐറിസിൽ ജനനം. ഇറ്റലിയിൽ നിന്ന് കുടിയേറിപ്പാർത്ത മാരിയോ ജോസ് ബർഗോളിയോയുടെയും റെജീന മരിയ സിവോരിയുടെയും 5 മക്കളിൽ മൂത്തയാളായിരുന്നു അദ്ദേഹം. 21 വയസ്സിൽ സംഭവിച്ച ഗുരുതരമായ ഒരു രോഗബാധയെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ ശ്വാസകോശത്തിൻ്റെ ഒരു ഭാഗം നീക്കം ചെയ്യേണ്ടി വന്നു. 1969 അദ്ദേഹം ഒരു ഈശോ സഭാ വൈദികനായി. 1973 ഈശോ സഭാ പ്രൊവിൻഷ്യൽ, പിന്നീട് സെമിനാരി റെക്ടർ. 1992 മെത്രാനായും 2001 കർദിനാളായും നിയോഗിക്കപ്പെട്ടു. 2013 ഫ്രാൻസിസ് പാപ്പയായി മാറുമ്പോൾ ബ്യൂണസ് ഐറിസ് രൂപതയുടെ മെത്രാനായിരുന്നു 77-കാരനായ കാർഡിനൽ ജോർജ് മാരിയോ ബർഗോളിയോ. താരതമ്യേന പ്രായക്കുറവുള്ള ഒരു സഭാതലവനെ പ്രതീക്ഷിച്ച വിശ്വാസി സമൂഹത്തിനും ലോകത്തിനും അദ്ദേഹത്തിൻ്റെ കടന്നുവരവ് അമ്പരപ്പ് സൃഷ്ടിച്ചതിന് കാരണം പ്രായം മാത്രമായിരുന്നില്ല. 13 നൂറ്റാണ്ടുകൾക്കിടയിൽ ആദ്യമായി യൂറോപ്പിന് വെളിയിൽ നിന്നും ഒരു പാപ്പ, അമേരിക്കൻ ഭൂവിഭാഗങ്ങളിൽ നിന്നും ഈശോ സഭയിൽ നിന്നുമുള്ള ആദ്യത്തെ പോപ്പ്. ഇത്തരം അപൂർവതകൾക്ക് പുറമെ അദ്ദേഹം തെരഞ്ഞെടുത്ത പേര് പോലും അതിശയത്തിന് കാരണമായി. ആദ്യമായാണ് ഒരു പാപ്പ ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിക്കുന്നത്. The day that he was elected, I already felt that we have someone really extraordinary. Why do I say this? I remember that day, March 13th, 2013, when I was sitting in the community there in Delhi, and we heard that a pope has been elected, not a European, but he's from Argentina, and that he's taken the name Francis. Of course, personally, I was extremely happy because he took, my name, and then I thought he was being a Jesuit. I thought that he was taking the name of Francis Xavier, but it happened to be that he was taking the name basing on Francis of Assisi. I think these two saints, in a way, kind of give Pope Francis his identity. The simplicity of Francis of Assisi and the missionary thrust of Francis Xavier. He also brought about a great change by taking his papal name from Saint Francis of Assisi, making that Christianity is not something very hierarchical, but then he brought more Christ into the world.
താൻ സ്വീകരിച്ച പേര് ലാളിത്യത്തിൻ്റെയും വിശുദ്ധിയുടെയും പര്യായമായി ജീവിച്ച അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ തന്നെയായിരുന്നു എന്ന് പ്രവൃത്തിയിലൂടെ അദ്ദേഹം തെളിയിച്ചു. ആ ലാളിത്യം തന്നെയാണ് ഇന്നോളവും പരിശുദ്ധ പിതാവിൻ്റെ മുഖമുദ്ര. അദ്ദേഹത്തെ സകല ജനങ്ങളും ഹർഷാരവത്തോടെ ഹൃദയത്തിൽ ഏറ്റെടുത്തതിൻ്റെ പ്രധാന കാരണവും എളിമ എന്ന വലിയ പുണ്യമാണ്. മധ്യകാലഘട്ടത്തിൽ രാജകീയ മേൽക്കോയ്മയും പ്രഭുത്വവുമായൊക്കെ ഇടകലർന്ന സഭാജീവിതത്തെ നവീകരിക്കാനായിട്ട് അസീസിയിലെ ഫ്രാൻസിസ് ദൈവാത്മാവാൽ തിരഞ്ഞെടുക്കപ്പെട്ട് സഭയെ നവീകരിക്കാൻ ഉപകരണമായതുപോലെ മൂന്നാം സഹസ്രാബ്ദത്തിൽ, ഈ ആധുനിക കാലഘട്ടത്തിൽ ഹോർഹെ ബർഗോളിയോ പാപ്പ ഫ്രാൻസിസ് ആഗോളസഭയുടെ നേതൃസ്ഥാനത്തേക്ക് കടന്നു വന്നത് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ പദ്ധതിയും പ്ലാനുമാണെന്ന് നമുക്കിന്ന് പറയാൻ സാധിക്കും. The perception of the world has totally changed after Pope becoming the head of the Catholic Church. The way he began his papacy was very striking because he immediately, left the Vatican palace, so to say, and then began living a very, very simple life, challenging all of us, bishops and priests, to do likewise. പാപ്പ ഒരു മെത്രാപ്പോലിത്ത ആയിരുന്ന കാലത്ത് അണിഞ്ഞിരുന്ന തൻ്റെ സ്ഥാനിക മാലയിൽ ഉള്ളത് സാധാരണ മെത്രാന്മാർ അണിയുന്നത് ഒരു ക്രൂശിത രൂപമാണെങ്കിൽ പാപ്പ ബർഗോളിയോ, പാപ്പ ഫ്രാൻസിസ് ഒരു മെത്രാനായിരുന്നപ്പോഴും ഇന്നും അണിയുന്നത് നല്ല ഇടയനായ ക്രിസ്തുവിൻ്റെ രൂപമുള്ള സ്ഥാനിക മാലയാണ്. അത് പാപ്പ ഫ്രാൻസിസിൻ്റെ ഒരു തനിമയാണെന്ന് പറയാം. ഒരാടിനെ തോളിലേറ്റി നിൽക്കുന്ന നല്ല ഇടയനായ ക്രിസ്തുവിൻ്റെ പ്രതിരൂപമാണ് അദ്ദേഹം ബാഹികമായി ചിത്രീകരിക്കുന്ന ആ നല്ല ഇടയൻ്റെ രൂപം. 2013 മാർച്ച് 19 അധികാരമേറ്റ ആദ്യ മണിക്കൂറുകൾ മുതൽ ഇന്നും പോപ്പ് ഫ്രാൻസിസ് ലോകത്തിനു മുന്നിൽ ഒരത്ഭുതമാണ്. തൻ്റെ വാക്കുകളിലൂടെ മാത്രമല്ല, പ്രവൃത്തിയിലൂടെയും അദ്ദേഹം സകലരെയും അമ്പരപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കരുണയുടെയും സ്നേഹത്തിൻ്റെയും ആൾരൂപമായാണ് ഇന്ന് ലോകം അദ്ദേഹത്തെ കാണുന്നത്. ക്രിസ്തുവിൻ്റെ കരുണ ലോകത്തിന് വെളിപ്പെടുത്തുവാൻ ലഭിക്കുന്ന ഓരോ ചെറിയ അവസരങ്ങൾ പോലും അദ്ദേഹം മനോഹരമായി ഉപയോഗിക്കുന്നു. പാവങ്ങളെയും പാപികളെയും, റെഫ്യൂജികളെയും മൈഗ്രൻസിനെയും, രോഗികളെയും ആകുലരെയും മാർപ്പാപ്പ കെട്ടിപ്പിടിച്ച് കരുണയോടെ സംസാരിക്കുമ്പോഴും അവരെ വെൽക്കം ചെയ്യുമ്പോഴും അത് ദൈവത്തിൻ്റെ കരുണയാണ് അവർ അനുഭവിച്ചറിയുന്നത്. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു സാകല്യ സംസ്കൃതിയാണ് പാപ്പ ഫ്രാൻസിസ് പ്രഘോഷിക്കുന്നത്. സഭാജീവിതത്തിൽ ആരെയും അകറ്റി നിർത്താതെ, പ്രത്യേകിച്ച് പാവങ്ങളും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമായിട്ടുള്ള സമൂഹത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു അജപാലന ശുശ്രൂഷയാണ് പാപ്പ ഫ്രാൻസിസ് വിഭാവനം ചെയ്യുന്നത്. It is very interesting to note that how he is inclusive of all types of people. Maybe they are transgenders, maybe they are communists, maybe they are autocrats or despots, those who are not listening to him, maybe people belonging to mafia underworld, and yet he has got a heart to have dialogue even with such people. I think this is a beautiful example that this person is not just talking about mercy, but is walking the talk in his everyday life. As Jesus was a person of his society, so too Holy Father is the person of the present society. He is a friend of vulnerable people, a compassionate guy, deeply rooted in the gospel values, and man of prayer and spirituality. ദൈവത്തിൻ്റെ അനന്ത കരുണയുടെ ആൾ രൂപമായി മാറുവാനും വിശ്വാസികൾക്കും പൊതുസമൂഹത്തിനുമിടയിൽ അക്ഷരാർത്ഥത്തിൽ കരുണ തന്നെയായ ദൈവത്തിൻ്റെ പ്രതിപുരുഷനാകുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞിരിക്കുന്നുവെന്നത് ചെറിയ കാര്യമല്ല. ഇന്നത്തെ തിരുസഭയെ ലോകത്തിന് മുന്നിൽ ക്രിസ്തുവിൻ്റേത് മാത്രമായി അവതരിപ്പിക്കുവാൻ അദ്ദേഹത്തിന് നിഷ്പ്രയാസം കഴിഞ്ഞിരിക്കുന്നു. Message of Pope Francis about mercy is
very, very practical. If God has been so merciful with the humanity throughout the millions of years, is it not imperative that we listen to the message of Pope Francis and we put into practice the mercy, not only in our personal life, but also wherever we are, especially to our nature, to those people who are affected by floods, natural calamities, the migrants, the refugees, the people who are discarded by the society, the severe economic situations which are affecting the whole world today. Isn't it the time to listen to his words and live his message of mercy? വിവിധ പെസഹ തിരുനാളുകളിൽ അദ്ദേഹം നൽകിയ മാതൃകകൾ ലോകത്തിന് വിസ്മയമായവയാണ്. ജയിൽവാസികളിലും അഭയാർത്ഥികളിലും പെട്ട പച്ചയായ മനുഷ്യരുടെ കാൽ കഴുകി ചുംബിച്ചുകൊണ്ട് അദ്ദേഹം പ്രചരിപ്പിച്ചത് ദൈവിക കരുണയുടെ മഹാസന്ദേശമല്ലാതെ മറ്റെന്താണ്? I was touched on one Maundy Thursday. He entered the prison and washed the feet of the inmates. What Jesus did in that upper room of Jerusalem, Holy Father Francis did in the prison in Rome and propagated that message further. Love one another. ഈ മഹത്തായ മാതൃക അത് ഹൃദയത്തിൽ ഏറ്റെടുക്കുവാനും യുഗാന്ത്യം വരെയും തുടരുവാനുമുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. കരുണയുടെ സജീവ വാഹകരാകുവാനുള്ള വിളിയാണ് ഒരു ക്രൈസ്തവനുള്ളത് എന്ന ഓർമ്മപ്പെടുത്തലാണ് പരിശുദ്ധ പിതാവിൻ്റെ പ്രവൃത്തികൾ. Let us inculcate those gospel values which Pope Francis himself is an embodiment of that one. ഒരു ക്രൈസ്തവൻ സദാ സന്തോഷവാനായിരിക്കണം എന്ന സുവിശേഷ സന്ദേശം പാപ്പ നമ്മോട് ആഹ്വാനം ചെയ്യുന്നത് സ്വന്തം പ്രകൃതത്തിൽ കൂടിയാണ്. സന്തോഷത്തെക്കുറിച്ചും ആനന്ദത്തെക്കുറിച്ചും പതിവായി വാചാലനാവുകയും നമ്മെ പ്രബോധിപ്പിക്കുകയും ചെയ്യുന്ന അദ്ദേഹത്തെ സന്തോഷവാനായല്ലാതെ നമുക്ക് ദർശിക്കാനാവില്ല. Most of his documents have, the joy or gladness in the title. For example, you have Evangelii Gaudium, the joy of faith. Then you have Gaudete et Exultate, rejoice and be glad. Then you have Veritatis Gaudium, the joy of truth. So basically, Pope Francis' effect is one of joy. That Jesus came to proclaim the good news, and this good news should make all of us extremely joyful. ദൈവം സ്നേഹപിതാവാണ്, കരുണാമയനാണ്. ആ ഒരു ചിത്രമാണ് യേശുക്രിസ്തു മനുഷ്യൻ്റെ മുൻപിൽ ദൈവത്തെക്കുറിച്ച് വരച്ചു കാട്ടുന്നത്. ഈ അതേ ചിത്രം തന്നെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ ആകർഷിച്ചതും. And his main idea is that we should do service with joy and happiness. In fact, all the Christians should be messengers of peace and happiness. Now, this does not mean that we will not have difficulties, problems in our life. We will definitely have problems and difficulties. But in spite of that, following the example of Jesus, we should be people who would be communicating joy and happiness in our day-to-day life. സന്തോഷവാനായിരിക്കുക എന്നത് ക്രൈസ്തവന്റെ ഉത്തരവാദിത്തമാണ് എന്ന് ഫ്രാൻസിസ് പാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സന്തോഷവും ആനന്ദവും ലോകത്തിന് മുന്നിൽ അനുദിന ജീവിതത്തിലൂടെ പ്രകടിപ്പിക്കാത്ത പക്ഷം അവൻ തെറ്റുകാരനാണ്. And he clearly says, if a Christian is not a joyful person, then he will be doing a disservice to the church. Because as church, we are supposed to be the salt of the earth, the light of the world, and we are supposed to be the leaven. And if we are people with a sad face, then we will be communicating sadness to the whole world. If we are a joyful people, with our very presence, we will be communicating this joy and happiness to the entire world, and especially the people in the neighborhood, and this will slowly spread. ഇത്തരം ലളിതവും എന്നാൽ ശക്തവുമായ സന്ദേശങ്ങളിലൂടെ പരിശുദ്ധ പിതാവ് നമ്മുടെ സമൂഹത്തിന്, പ്രത്യേകിച്ച് യുവജനങ്ങൾക്ക് നൽകുന്ന പ്രത്യാശ
വളരെ വലുതാണ്. അദ്ദേഹം ജനകോടികൾക്ക് ദൈവികമായ ഊർജം പകരുന്നു. ആധുനിക തലമുറ ഒരുപക്ഷെ ഒരുപാട് ശൂന്യത അനുഭവിക്കുന്ന ഒരു അവസ്ഥയാണിത്. ഞാൻ ആരുടേതാണ്, അല്ലെങ്കിൽ ഞാൻ എവിടെയാണ് എൻ്റെ യഥാർത്ഥ സ്ഥലം? അവിടെ ആ ഒരു ഗൃഹാതുരത്വം ഉള്ളിൽ നിന്നും അനുഭവിക്കുന്ന ഈ തലമുറ ഒരു അനാഥത്വത്തിൻ്റെ അനുഭവം അവരുടെ ഏവരുടെയും ഉള്ളിലൊരു ഉൾരോദനമായി നിലകൊള്ളുന്നുണ്ട്. അവിടെ ഒരു ആശ്വാസമായിട്ടാണ് ഈ സാന്നിധ്യം, പരിശുദ്ധ പിതാവിൻ്റെ ഈ സന്ദേശം യുവജനത്തിന്, പുതുതലമുറയ്ക്ക് ഒരു ആശയുള്ള പ്രത്യേകമുള്ള ഒരു ദർശനമായി മാറുന്നത്. തൻ്റെ ജീവിതത്തിലൂടെയും പ്രബോധനങ്ങളിലൂടെയും പൊതുസമൂഹത്തിന് അദ്ദേഹം നൽകുന്ന പ്രചോദനങ്ങൾ ആഴമുള്ളവയാണ്. ഇന്നത്തെ ലോകത്തിൽ അരങ്ങേറുന്ന സങ്കീർണങ്ങളായ സാമൂഹിക പ്രതിസന്ധികൾക്കിടയിൽ അദ്ദേഹത്തിൻ്റെ ദർശനങ്ങൾ സഭയുടെ സാമൂഹിക പ്രതിബദ്ധതയുടെയും ആർജവത്തിൻ്റെയും സഭാ നേതൃത്വത്തിന് ഈ ലോകത്തോടുള്ള ഉത്തരവാദിത്തത്തിൻ്റെയും പ്രതിഫലനങ്ങളാണ്. അത്തരം പ്രബോധനങ്ങളിലൂടെ ആധുനിക ലോകത്തിലെ സഭയുടെ ക്രിയാത്മകമായ ഇടപെടലുകൾക്ക് മറ്റൊരു മുഖച്ഛായ നൽകുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരിക്കുന്നു. ലോകം ഒത്തിരി പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സമയമാണ്. ദാരിദ്ര്യം, സാമ്പത്തികവും സാമൂഹികവുമായ അസമത്വങ്ങൾ, അഭയാർത്ഥി പ്രശ്നങ്ങൾ, അങ്ങനെ പലതരം പ്രശ്നങ്ങൾ. ഈ സന്ദർഭങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന ലോകത്തിൻ്റെയും ഭാരതത്തിൻ്റെയും നടുക്ക് നിന്നുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ ദർശനം, രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള ദർശനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. And if you notice at all his trips abroad, he has a very particular focus. He doesn't only stay with the powers, be they political or social or economic. He goes out to the so-called periphery. So whether it be, the parents of the children who drowned in the ship there off the coast of South Korea, or when he went to Mexico, he went, across there with the migrants. He's always talking about the refugees. He's concerned about what is happening in West Asia, in Syria, the Syrians who drowned off the coast of Italy. ലോകരാഷ്ട്രങ്ങൾ അംഗീകരിക്കുന്ന, പ്രത്യേകിച്ച് പ്രതിസന്ധികളായിരിക്കുന്ന രാഷ്ട്രങ്ങൾ സമാധാനത്തിനും നീതിക്കും സാഹോദര്യത്തിനും വേണ്ടി അംഗീകരിക്കുകയും സമീപിക്കുകയും ചെയ്യുന്ന ഒരു വിശ്വസാഹോദര്യത്തിൻ്റെ പ്രയോക്താവാണ് പാപ്പ ഫ്രാൻസിസ്. അന്യമതസ്ഥരുടെയും അന്യദേശക്കാരുടെയും പാദങ്ങൾ കഴുകിയതിലൂടെ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന മാതൃക ഈ ലോക സമൂഹത്തിൽ ഒരു ക്രൈസ്തവൻ ആരായിരിക്കണമെന്ന ഓർമ്മപ്പെടുത്തലാണ്. He washes the feet of not only women, but including Muslim women. So in that sense, he's gone a very, very long way, away from what has been the tradition. It takes a lot of courage to break away from tradition, to come up with something refreshingly new. And I think that is what Pope Francis is doing at present. അതിരുകൾ ഭേദിച്ച് ഇറങ്ങിച്ചെല്ലുന്ന ഒരു നല്ല ഇടയൻ്റെ രൂപമാണ് വീണ്ടും സഭാമക്കൾക്ക് പാപ്പ ഫ്രാൻസിസ് നൽകുന്നത്. അല്ലെങ്കിൽ അതിരുകൾ ലംഘിച്ച് ആവശ്യത്തിലായിരിക്കുന്ന സഹോദരനെ സഹായിക്കാൻ ചെല്ലുന്നൊരു നല്ല സമറിയക്കാരൻ്റെ രൂപമാണ് പാപ്പ തൻ്റെ പ്രബോധനങ്ങളിലൂടെ ഇന്ന് വരച്ചു കാട്ടുന്നത്. He was the one who influenced the entire world. He made church, brought very close to people, and he made all people to be part of this family called the church. പരിസ്ഥിതിയോടുള്ള മനുഷ്യന്റെ സമീപനത്തിലെ പാകപ്പിഴകളെക്കുറിച്ച് അദ്ദേഹം ആഴമായി ചിന്തിക്കുകയും ശക്തമായ പ്രബോധനം ലോകത്തിന് നൽകുവാൻ ആഗ്രഹിക്കുകയും ചെയ്തതിൻ്റെ ഫലമായാണ് ലൗദാത്തോ സി എന്ന ചാക്രിക ലേഖനം 2015 നമുക്ക് ലഭിച്ചത്. പ്രകൃതി സ്നേഹിയായ പാപ്പ എന്ന് അദ്ദേഹം ഇന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതിന് പിന്നിൽ അങ്ങേക്ക് സ്തുതി എന്ന ആ ചാക്രിക ലേഖനത്തിലൂടെ അദ്ദേഹം പറഞ്ഞുവെച്ച ആഴമേറിയ ദർശനങ്ങൾക്ക് വലിയ സ്ഥാനമുണ്ട്. He also tried to bridge a gap between environment, very specially by his encyclical Laudato Si, making himself to be the first environmentalist pope to speak about the reforms in environment. മനുഷ്യൻ മനുഷ്യരുമായിട്ടും മനുഷ്യൻ പ്രകൃതിയായിട്ടും എങ്ങനെ ഇരിക്കേണ്ടിയിരുന്നു,
ഇന്നെങ്ങനെയാണ് എന്നുള്ളത്. നമ്മുടെ കാഴ്ചപ്പാട് തന്നെ യഥാർത്ഥമായി മാറിപ്പോയി എന്നാണ്. ഉപയോഗിക്കുക, ഉപയോഗം കഴിയുമ്പം ദൂരെ എറിയുക എന്നുള്ളൊരു ചിന്താഗതി. ആ അക്രമ രീതിയിലുള്ള പ്രകൃതിയുമായിട്ടുള്ള ഇടപെടലിനെയാണ് പ്രധാനമായിട്ടും പോപ്പിൻ്റെ ഈ എൻസൈക്ലിക്കിലൂടെ നമ്മളോട് തിരുത്തുവാനായിട്ട് ആവശ്യപ്പെടുന്നത്. ആധുനിക ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സാങ്കേതികമായ മാറ്റങ്ങളെ ഒരു യുവാവിൻ്റെ മനസ്സോടെ തൊട്ടറിയുന്ന പാപ്പ അവയെ പൂർണ്ണ ഹൃദയത്തോടെ സ്വാഗതം ചെയ്യുന്നുമുണ്ട്. എന്നാൽ ആധുനിക മനുഷ്യൻ്റെ നേട്ടങ്ങളൊന്നും പ്രകൃതിക്ക് ദോഷമാകരുത് എന്ന തൻ്റെ ആഗ്രഹം അദ്ദേഹം ലോകത്തോട് വെളിപ്പെടുത്തുന്നു. And he is not against the science, he is not against the innovation, but he wants a science, innovation spirit which will sustain the nature, which will sustain the humanity. A corporate sector, an economy which will be human, which will be very much down to earth, whereby all will have a place in this world. മനുഷ്യനിൽ ആധുനികത വരുത്തിയിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് തുറന്നു ചിന്തിക്കുവാനും പരിശുദ്ധ പാപ്പ തൻ്റെ ഈ ചാക്രിക ലേഖനത്തിലൂടെ നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. പലപ്പോഴും നാം വിചാരിക്കുന്നുണ്ട് നമ്മളെല്ലാം ഇതിൻ്റെ എല്ലാം നമ്മുടെ കൺട്രോളിലാണ്, വി ആർ മാസ്റ്റേഴ്സ് ഓഫ് എവരിത്തിങ് ടുഡേ എന്ന്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മളെല്ലാം മാസ്റ്റേഴ്സ് അല്ല, സ്ലേവ്സായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അഡിക്റ്റഡ് ആവുകയാണ്. അങ്ങനെയുള്ള ആ അഡിക്റ്റീവ് മെൻറ്റാലിറ്റിയെ പൂർണ്ണമായിട്ടും ചോദ്യം ചെയ്തുകൊണ്ടാണ് ഈ എൻസൈക്ലിക്കിൽ നമ്മുടെ മുമ്പിലെ നമ്മുടെ മനുഷ്യജീവിതം ദൈവത്തിൻ്റെ മുമ്പിൽ പ്രകൃതിക്കുള്ളിൽ എങ്ങനെ ആയിരിക്കണം എന്ന് ഒരു വഴി കാണിച്ചിരിക്കുന്നത്. ഈ കാലഘട്ടം പോപ്പ് ഫ്രാൻസിസിലേക്ക് ആകർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം തൻ്റെ വാക്കിലും പ്രവൃത്തിയിലും പുലർത്തുന്ന സുതാര്യത കൊണ്ടുകൂടിയാണ്. വളരെ എളുപ്പം ലോക സമൂഹത്തെ സ്വാധീനിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരിക്കുന്നു. യഥാർത്ഥത്തിൽ നമുക്ക് മധ്യേ ഒരു മാതൃകയായി നിലകൊണ്ടുകൊണ്ട് ഇന്നത്തെ ലോകത്തിൽ ഒരു ക്രൈസ്തവൻ എപ്രകാരമായിരിക്കണമെന്ന് അദ്ദേഹം നമുക്ക് കാണിച്ചു തരുന്നു. പരിശുദ്ധ പിതാവ് നമ്മളോട് ഇതാണ് പറയുന്നത്: മറ്റുള്ളവരിലേക്ക് പോയി അവരിൽ നിന്ന് കേൾക്കുക, പഠിക്കുക. അത് കഴിഞ്ഞ് നമ്മൾ അവരുടെ മധ്യേ നമ്മുടെ മെസ്സേജ്, നമ്മുടെ സന്ദേശം കൊടുക്കുക. And his popularity is incredible because there are many people who are not going to church formally who now see the church as a loving mother. So that, kind of male image of a church or the cold image of the church as institution, in a way is being reformed. Yes, there is an institutional aspect, but more than that, the charismatic is important because the Holy Spirit gives us these gifts, and these gifts have to be used for the service of people, and in particular the poorest of poor. So I think that basically is the Francis effect. And if you see the things that he's done, in his very first year he was awarded Time Magazine's Person of the Year, and I'm sure he's not interested in any of these awards, but the fact that the world is sitting up, not only Christians, but the world is sitting up and listening to him, that's something very beautiful. What Holy Father Francis is inviting us to do is accompany those who have been dragged away because of divorce, because of some other occasions and problems. If we, the church, accompany, then there is possibility of transformation. മാനസികവും ആത്മീയവുമായ സംഘർഷങ്ങളെ എപ്രകാരം സമീപിക്കണം എന്ന അദ്ദേഹത്തിൻ്റെ മാർഗനിർദ്ദേശം വളരെ ലളിതമാണ്. എന്തിനോടും എന്നതുപോലെ അവയോടും സ്നേഹത്തോടെ ഇടപെടുക. സംഘർഷങ്ങളും വളർച്ചയ്ക്കു വേണ്ടിയുള്ള വലിയ അവസരങ്ങളാണ് എന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഈ കാലഘട്ടത്തിൻ്റെ മുഴുവൻ കാലുഷ്യങ്ങളും ഹൃദയത്തിൽ ഗ്രഹിച്ചുകൊണ്ട് സൗമ്യമായും ഹൃദ്യമായും പറയുന്നു എന്നതിനാലാണ് പരിശുദ്ധ പിതാവിൻ്റെ വ്യക്തിത്വം നമ്മെ ഇത്രമാത്രം സ്വാധീനിക്കുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന സംശയങ്ങൾ അല്ലെങ്കിൽ ചോദ്യങ്ങൾ ഒരിക്കലും നിങ്ങളെ നിരുത്സാഹപ്പെടുത്തരുത്. ഈ ചോദ്യങ്ങളും ഈ സംശയങ്ങളും ഇതൊരു വലിയ വിളി തന്നെയാണ്. ദൈവം നിങ്ങൾക്ക് നൽകുന്ന വലിയ ഒരു വിളി. ഈ വിളിയുടെ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ വേണം നമ്മുടെ സംശയങ്ങളെയും നമ്മുടെ ആത്മീയ സംഘർഷങ്ങളെയും സാംസ്കാരിക മൂല്യച്യുതികളെയും നമ്മൾക്ക് കണ്ടെത്തുവാൻ കഴിയുക.
ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുകയാണ്, ഈ വിളിയിലാണ് നമ്മൾക്കൊരു തുറവിയുണ്ടാകുന്നത്. എന്ന് വെച്ചാൽ വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു പോകുവാൻ നമ്മളെ സഹായിക്കുകയും വിശ്വാസങ്ങളുടെ പുതിയ മാനങ്ങൾ നമുക്ക് പകർന്നു നൽകുകയും ചെയ്യുന്നതാണ് ഈ ചോദ്യങ്ങൾ, പുതിയ അവസ്ഥകളിലെ ചോദ്യങ്ങൾ ഇവ നമുക്ക് പകർന്നു നൽകുന്നത്. ജീവിതത്തിലെ സുതാര്യത, പ്രവൃത്തി കൊണ്ട് സാധൂകരിക്കപ്പെടുന്ന വാക്കുകൾ, സ്നേഹപൂർണവും സൗമ്യവുമായ പെരുമാറ്റം, സമാനതകളില്ലാത്ത സ്വാധീനശേഷി, വിശ്വാസങ്ങൾക്കും രാഷ്ട്രീയത്തിനും അതീതമായി സകലരെയും ഉൾക്കൊള്ളുവാനുള്ള കഴിവ്, പരിശുദ്ധ പിതാവിൽ ദൈവം നിറച്ചിരിക്കുന്ന വിശുദ്ധിയുടെ ലക്ഷണങ്ങൾ ഇവയെല്ലാമാണ്. അദ്ദേഹം നമ്മോട് ആഹ്വാനം ചെയ്യുന്നതും വിശുദ്ധരായി ജീവിക്കുവാനാണ്. വിശുദ്ധിയെന്നാൽ ഓരോ നിമിഷവും ദൈവത്തോടും മനുഷ്യരോടും സമയത്തോടും സാഹചര്യങ്ങളോടും നീതി പുലർത്തുന്നവരാവുക എന്നതാണ് എന്ന് അദ്ദേഹം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഒരുപക്ഷെ നമ്മുടെ വിശ്വാസം നമ്മളെ നയിക്കുന്നത് സാൻമാർഗിക ബോധത്തിലേക്കും അല്ലെങ്കിൽ ഒരു പ്രബോധനപരമായിട്ടുള്ള വ്യക്തത നൽകുന്ന ചില പഠനങ്ങളിലേക്കുമായിരിക്കാം. പക്ഷേ അതിനുമപ്പുറം നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ തന്നെ ജീവിതത്തിൽ ഇടപെടുന്ന ഒരു ദിവ്യ സാന്നിധ്യമാണ്. അവിടെ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുകയാണ്, വിശുദ്ധി എന്നത് ഒരു മോറൽ ഒബ്ലിഗേഷൻ അല്ല, സാൻമാർഗികമായിട്ടുള്ള ഒരു കർത്തവ്യമല്ല അത്. മറിച്ച് ജീവിത വിശുദ്ധി എന്നത് നമ്മൾ ഓരോരുത്തരും ജോലി ചെയ്യുന്ന അതേ അവസരത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രതിബദ്ധത, ആത്മസമർപ്പണം, ഇവയിലൊക്കെയും ഉൾച്ചേർന്നിരിക്കുന്ന ആ ദൈവിക സാന്നിധ്യമാണ്. ഈ ആധുനിക ലോകത്തിൽ എന്തായിരിക്കണം തിരുസഭ എന്ന ചോദ്യത്തിന് സ്വർഗം നൽകിയ ഉത്തരമാണ് ഫ്രാൻസിസ് പാപ്പ. തൻ്റെ സ്വന്തം അജഗണത്തെക്കുറിച്ച് ദൈവത്തിനുള്ള പദ്ധതിയോളം ആഴമുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും. പറഞ്ഞവസാനിപ്പിക്കാൻ കഴിയാത്ത ഒരു വലിയ പുസ്തകമാണ് ഈ ജീവിതം. Holy Father Francis is a gift of God. We are grateful to God for his life, his vocation and his shepherding. Let's support, let's cooperative and let's follow our shepherd. ശാസ്ത്രീയവും സാമൂഹികവുമായ കാഴ്ചപ്പാടുകൾ അടിമുടി പരിഷ്കരിക്കപ്പെട്ട ഈ സമൂഹത്തിൽ സഭാ സമൂഹത്തിന് ഒരുപാട് മുന്നേറുവാനുണ്ട് എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് പരിശുദ്ധ പിതാവിൻ്റെ കടന്നുവരവ്. മതങ്ങളുടെയും വർഗങ്ങളുടെയും ധനത്തിൻ്റെയും വേലിക്കെട്ടുകൾ തകർത്ത് മുന്നേറുവാൻ നമുക്കോരോരുത്തർക്കുമുള്ള ബാധ്യതയെ അദ്ദേഹം നമ്മുടെ ഹൃദയങ്ങളിൽ ആലേഖനം ചെയ്യുന്നു. ഈ മഹത് വ്യക്തിത്വത്തെ നമുക്ക് മാതൃകയും ബലവുമായി നൽകിയ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നതോടൊപ്പം ഇനിയും ദീർഘകാലം ആരോഗ്യത്തോടെ നമ്മെ നയിക്കുവാൻ പരിശുദ്ധ പിതാവിന് കഴിയട്ടെ എന്ന് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം.